കാൽ നൂറ്റാണ്ടായി മരം നട്ടും കാട്ടിലെ ജീവികൾക്കും ഭക്ഷണം നൽകിയും തനിക്ക് ചുറ്റുമുള്ള പച്ചപ്പിന് കാവൽ നിന്ന കല്ലൂർ ബാലൻ, മങ്കര കല്ലൂർ അരങ്ങാട്ട് ബാലകൃഷ്ണൻ 75 അന്തരിച്ചു. 100 ഏക്കറിലധികം തരിശായി കിടന്ന ഒരു മല മരങ്ങൾ നട്ട് പച്ചയാക്കിയ ബാലൻ പച്ചമനുഷ്യൻ എന്ന വിളിപ്പിനൊത്ത് വേഷം കൊണ്ടും പ്രവർത്തനം കൊണ്ടും വേറിട്ട് നിന്നയാളായിരുന്നു. പച്ച ഷർട്ടും പച്ച ലുങ്കിയും പച്ച നിറമുള്ള തലക്കെട്ടുമായി ജീപ്പിൽ വെള്ളവും പണിയായുധങ്ങളും ചെടികളും നിറച്ച് എന്നും പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങുന്ന ബാലൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തൈകൾ നടുമായിരുന്നു. തരിശായി കിടന്ന 100 കണക്കിനധികം വിസ്തൃതിയുള്ള ചൂടൻമല താഴ്വരയെ കാടാക്കി മാറ്റിയത് അങ്ങനെയാണ്. കാട്ടിൽ പന്നികളുടെയും കുരങ്ങുകളുടെയും ശല്യം രൂക്ഷമായപ്പോൾ അവയ്ക്ക് കാട്ടിൽ തന്നെ വെള്ളവും ഭക്ഷണവും എത്തിച്ച് ചന്തയിലെ കച്ചവടക്കാരിൽ നിന്ന് മാങ്ങ, ചക്ക, നേന്ത്രപ്പഴം, സപ്പോട്ട, ആപ്പിൾ, തണ്ണിമത്തൻ, മുന്തിരി എന്നിവ ശേഖരിച്ച് വൃത്തിയാക്കി കാട്ടിലെത്തിക്കുന്നതാണ് പതിവ്. വഴിയരികിൽ വാഹനം നിർത്തി 3 തവണ ഉറക്കെ കൂവുമ്പോൾ മരച്ചില്ലകളിലും വള്ളികളിലും തൂങ്ങിയാടി തീറ്റ തേടിയെത്തുന്ന കുരങ്ങുകൾ പതിവ് കാഴ്ചയായിരുന്നു. കുട്ടികളിൽ പരിസ്ഥിതി ബോധം വളർത്താൻ വിദ്യാലയങ്ങളിൽ കവി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സുഗതവനം വളർത്തി. ബാലന്റെ പ്രവർത്തനത്തിന് പ്രോത്സാഹനമായി മലപ്പുറത്ത് നിന്ന് സംഭാവനയായി കിട്ടിയതാണ് പച്ച ജീപ്പ്. വനം വകുപ്പിന്റെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും സഹകരണത്തോടെ 25 ലക്ഷത്തിലധികം മരങ്ങളാണ് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലായി വെച്ച് പിടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം, PV തമ്പി മെമ്മോറിയൽ അവാർഡ്, കേരള ജൈവ വൈവിധ്യ ബോർഡ് പുരസ്കാരം തുടങ്ങിയവയും ലഭിച്ചു. സംസ്കാരം ഇന്ന് 2-ന് വീട്ടുവളപ്പിൽ. ഭാര്യ ലീല, മക്കൾ രാജേഷ്, ബംഗ്ലാദേശ്, രതീഷ്, മരുമക്കൾ സനിത, രഞ്ജിനി, മിനി.